1891 മലയാളി മെമ്മോറിയൽസിന് ശേഷം 5 വർഷം കഴിഞ്ഞ് 1896 ഈഴവ മെമ്മോറിയൽ നിലവിൽ വന്നത്. തിരുവിതാംകൂർ സർക്കാർ സർവീസിലെ ഉയർന്ന ഉദ്യോഗങ്ങൾ തദ്ദേശീയരായ നാട്ടുകാർക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന് നൽകിയ ഒരു ഭീമഹർജിയായിരുന്നു മലയാളി മെമ്മോറിയൽസ്. അതേ ആവശ്യം പറഞ്ഞുകൊണ്ട്, അതായത് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് സർക്കാർ ജോലി തങ്ങൾക്കും നൽകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1896 നൽകിയ ഒരു നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. 13,176 ഈഴവർ ഒപ്പിട്ട ഒരു ഭീമഹർജിയായിരുന്നു ഇത്. ജാതിയുടെ പേരിൽ സർക്കാർ ജോലി നിഷേധിക്കപ്പെട്ട ഡോക്ടർ പൽപ്പു ആയിരുന്നു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തിരുന്നത്. അക്കാലത്ത് 5 രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ജോലികളൊന്നും തന്നെ ഈഴവർക്ക് നൽകിയിരുന്നില്ല. ക്രിസ്തുമതത്തിൽ ചേർന്ന താഴെ തട്ടിലുള്ളവർക്ക് ലഭിക്കുന്ന പരിഗണനയെങ്കിലും തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഈഴവ മെമ്മോറിയലിൽ പ്രധാനമായിട്ടുള്ള ഉള്ളടക്കം. ഈഴവ മെമ്മോറിയലിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശക്തമായിട്ട് പിന്തുണ നൽകി. കാരണം റവന്യൂ വകുപ്പിലെ ഉദ്യോഗങ്ങൾ ഈ 2 കൂട്ടർക്കും വിലക്കപ്പെട്ടിരുന്നു. ദേവസ്വം റവന്യൂ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രപ്രവേശത്തിന് അർഹതയില്ലാത്ത അവർണർക്കും അഹിന്ദുക്കൾക്കും ആ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗങ്ങൾക്ക് അവകാശമില്ല എന്നതായിരുന്നു അക്കാലത്തെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ നിലപാട്.